ചെണ്ടുമല്ലിയും വാടാമല്ലിയും 100 മേനി പൂത്തുലഞ്ഞ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ സുനിലിന്റെ പൂന്തോട്ടം ഇക്കുറിയും ആലപ്പുഴക്കാർക്ക് പൂക്കളമൊരുക്കാനുള്ള പൂക്കൾ സമ്മാനിക്കും. തമിഴ്നാടിനെ ആശ്രയിക്കുന്ന കേരളത്തിലെ പൂവിപണിയിൽ ന്യായവിലയ്ക്ക് പൂക്കൾ എത്തിക്കുകയാണ് സുനിൽ. പൂക്കൾ പറിച്ച് അത്തപ്പൂക്കളം ഒരുക്കിയിരുന്ന പഴയകാല ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കാണ് തുടർച്ചയായ 6ാം വർഷവും കൃഷി ചെയ്യാൻ സുനിലിന് പ്രേരണയായത്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കണ്ടുവരാം. ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ സുനിലിൻ്റെ പൂന്തോട്ടത്തിലാണ്. കഴിഞ്ഞ 6 വർഷമായി ഇദ്ദേഹം പൂക്കൃഷി നടത്തുന്നുണ്ട്. ഇത് ഓണത്തിന് വിളവെടുക്കത്തക്ക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. 3 കളറിലുള്ള ജമന്തിയും അതോടൊപ്പം തന്നെ 2 കളറിലുള്ള വാടാമല്ലിയുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതലും പൂക്കൾ വരുന്നതെങ്കിൽ അതിനേക്കാൾ നല്ല ക്വാളിറ്റിയിലുള്ള പൂക്കൾ തന്നെ എടുക്കാം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ രീതിയിൽ ഇവിടെ കൃഷി ചെയ്തെടുക്കുന്ന പൂക്കൾ, ഈ പൂന്തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് സുനിലിനോട് തന്നെ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ ഇങ്ങനൊരു പൂക്കൃഷിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? സാധാരണമല്ലല്ലോ ഇത്രയും വിപുലമായ ഒരു പൂക്കൃഷി കേരളത്തിൽ. ഞാൻ കുറച്ച് 5-6 വർഷമായിട്ട് ഈ പൂക്കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. കാരണം നമ്മുടെ കുട്ടികൾ ഇന്ന് പൂക്കൾ തേടി പുറത്തു പോകുന്നില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പൂക്കൾ പറിക്കാൻ തോട്ടറമ്പിലും അല്ലെങ്കിൽ മറ്റുള്ള ഒരിടത്തൊക്കെ ചെന്നാണ് ഓണപ്പൂക്കൾ പറിച്ച് പൂക്കളം ഇട്ടിരുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് ഇവിടെ വന്ന് പൂ പറിക്കുക, സ്വന്തമായിട്ട് പൂക്കൾ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് പറിക്കുക. ആ പറിച്ചതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറാണോ അത് പറിക്കുക, അതിൻ്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഞാൻ പച്ചക്കറി കൃഷിക്ക് വലിയ പ്രാധാന്യം, 13 വർഷമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. നമ്മൾ അതിനാണ് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ആദ്യം കുറച്ച് ഏരിയയിലാണ് ഞാൻ പൂക്കൃഷി ചെയ്തത്. 1000 ചുവട് പൂക്കൃഷി ചെയ്തപ്പോൾ അതിന് വലിയ സന്തോഷം കിട്ടി. ആ സന്തോഷം പിന്നെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഓണം വരുമ്പോൾ പൂക്കൃഷി, സുനിലിൻ്റെ പൂപ്പാടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജില്ലയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പൂക്കൾ ഇവിടെ വന്ന് വാങ്ങി. ഏതാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ 3 ടൺ 3000 കിലോളം പൂവുണ്ടായിരുന്നു. ആ 3000 കിലോ പൂവും നമ്മൾ ഈ സ്ഥലത്ത് തന്നെ വിറ്റ് തീർത്തു. ഇപ്പോൾ ഒരു വിശാലമായൊരു പന്തലിട്ടുണ്ട്. ആ പന്തലിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ പൂക്കളെല്ലാം പറിച്ചിട്ട് കഴിഞ്ഞ് ആ പൂക്കളെല്ലാവരും വന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അതാണ് എൻ്റെ ഓണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓണം അതാണ്. നമ്മൾ 20,000-ഓളം വരുന്ന ചെണ്ടുമല്ലയും 10,000-ഓളം വരുന്ന വാടാമുല്ലയും ചേർന്ന 5 കളർ പൂക്കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. പൂക്കൃഷി ഇപ്പോൾ എല്ലായിടത്തും വ്യാപകമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ ഒരു ഏരിയയിൽ 3 ഏക്കർ വരുന്ന വലിയൊരു ഏരിയയിൽ പൂപ്പാടം ഒരുക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിരുന്നു. മഴ നമ്മളെ നന്നായിട്ട് ബാധിച്ചു. മഴ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നിരാശയുണ്ടായിരുന്നു. ഏത് രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ മഴ മാറി വരുന്നുണ്ട്, പക്ഷേ ഒരുപാട് ചെടികൾക്ക് ദോഷം സംഭവിച്ചിട്ടുണ്ട്. പൂക്കൾ ആദ്യം വന്ന പൂക്കളൊക്കെ ചീഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു ദോഷം നമുക്കുണ്ട്. എങ്കിലും ഈ ഓണം സമ്പർസമൃദ്ധിയുടെയും സമ്മാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഞങ്ങളെ കൂട്ടുള്ള കർഷകരുടെയും നല്ലൊരു ഓണമായി മാറട്ടെ എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ എത്ര ദിവസം മുമ്പാണ് നമ്മൾ ഇത് നടുന്നത്? അതിൻ്റെ രീതി എങ്ങനെയാണ്? ഇപ്പോൾ ഉത്തരാടത്തിന് എടുക്കുന്ന അതേ ചെടിയിലെ പൂക്കളായിരിക്കുമോ ഇപ്പോൾ അത്തത്തിനും ചിത്തിരയ്ക്കും മറ്റും അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ എടുക്കുന്നത്? നമ്മളിവിടെ 2 തട്ടായിട്ടാണ് പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. 2 ഭാഗം തിരിച്ചുകൊണ്ട് ഒരു 10000 ചെടി നട്ടപ്പോൾ ആ 10000 ചെടി അത്തത്തിന് 60 ദിവസം മുമ്പ് നട്ടു. അപ്പോൾ ആ പൂക്കളാണ് ഇപ്പോൾ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പൂരാടോ ഉത്രാടോ, തിരുവോണത്തിന് വേണ്ടി വിളവെടുക്കുന്ന പൂരാടോ ഉത്രാടം ദിവസത്തേക്ക് വേണ്ടി അതിന് മുമ്പേ 10 ദിവസം കണക്കാക്കി, അതായത് 60 ദിവസം മുമ്പേ കണക്കാക്കി തട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ കാണുന്ന തോട്ടത്തിലെ പൂക്കളൊക്കെ ഈ അത്തം മുതൽ പൂരാടം വരെയുള്ള ദിവസങ്ങളിൽ പറിച്ചു തീർക്കും. അപ്പുറത്തുള്ളത് പൂരാടോ ഉത്രാടം കൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അങ്ങനെ 2 സെഷനായിട്ട് ആണ് നമ്മൾ പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. അതായിരിക്കും നമുക്ക് മാർക്കറ്റിംഗ് സംവിധാനത്തിന് നല്ലത്. കാരണം ഒരു മാർക്കറ്റിംഗ് രീതി പഠിച്ചാൽ മാത്രമേ ഇന്നും കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ആ ഒരു രീതി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പൂ ഒരുപാട് കേടുവരാണ്ട് സാധാരണ രീതി വിപണിയിലേക്ക് കൊടുക്കാൻ കഴിയും. ഇതൊക്കെ നടുന്നതും എല്ലാം നമ്മൾ സ്വന്തമായിട്ടാണോ അതേ ജോലിക്കാരെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്? എനിക്കൊരു തൊഴിലാളി സ്ഥിരമായിട്ടുണ്ട്. ബാക്കി ഞാനും ഭാര്യയുമാണ് കൂടുതൽ ജോലികൾ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റുള്ള കൃഷി ജോലിക്കാരെ വിളിച്ച് അവരുടെ സഹായം കൂടി തേടും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു 12 ഏക്കർ കൃഷി എല്ലായിടത്തും കൂടി ഉള്ളത്. ഓടി നടന്നുള്ള വിശ്രമരഹിതമായ പണിയെടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് പൂർത്തിയായാലും ഇവിടെ എന്തായിരിക്കും അടുത്ത ഒരു കൃഷി? ഇനി നമ്മൾ അടുത്ത വേനൽക്കാലം മറ്റൊരു വലിയ ചൂട് പോലെ വരാൻ പോവുകയാണ്. അപ്പോൾ 90 ദിവസം കഴിയുമ്പോൾ നമുക്കിവിടെ തണ്ണിമത്തം വിളവെടുക്കുന്ന തരത്തിൽ നമ്മളിനി അടുത്ത തണ്ണിമത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഈ കാണുന്ന ഫ്ലോട്ടിൽ മുഴുവനും അടുത്ത കൃഷി, അതായത് സെപ്റ്റംബർ 15 കൂടി നമ്മളിവിടെ തണ്ണിമത്തൻ്റെ തൈകൾ പാകും.
അതുതന്നെയാണ്, വിശ്രമമില്ലാത്ത ഒരു കാർഷിക ജീവിതം തന്നെയാണ് സുനിലിൻ്റേത്. ഇത്തവണ എന്തായാലും പൂക്കൃഷിയിൽ മഴയൊക്കെ ചെറിയ ഭീഷണി സൃഷ്ടിച്ചെങ്കിൽ പോലും നല്ല അധ്വാനത്തിന് കൃത്യമായ ഫലം കിട്ടി. നല്ല പൂക്കൾ പൂർണ്ണമായും ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൽ ചിത്രശലഭങ്ങളൊക്കെ വന്ന് ഇരിക്കുമ്പോൾ ആ ഒരു കാഴ്ച ഭംഗി, ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും ഈ പൂക്കൃഷിയിലേക്ക് സുനിൽ മാറി. ഇതിനേക്കാൾ കൂടുതൽ ആദായം പച്ചക്കറി കൃഷിയും മറ്റും നൽകുമെങ്കിലും പൂക്കൃഷിയിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണമായും സുനിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഈ ഓണക്കാലം ഇവിടെയൊക്കെ പൂക്കളം ഒരുക്കുമ്പോൾ അത് സുനിലിൻ്റെ പൂക്കളാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് നമുക്ക് സന്തോഷത്തോടെ തന്നെ പറയാൻ കഴിയും. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.